നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. അതിനുള്ള ആളെ അവർ കണ്ടുവച്ചിരിക്കുക. രേഖ, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ? മനസ്സിനിണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ? അത് ശരി. നിനക്കാണെങ്കിൽ ആണുങ്ങളെന്ന് വെച്ച ചതുർത്ഥ്യ. പിന്നെങ്ങനെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നൊരു പുരുഷൻ എത്തിക്കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചിയെ പോലിരുന്നത്. ഞാൻ ഈ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ. ആരടിയ സങ്കല്പ പുരുഷൻ? ബാലേട്ടൻ. വേണ്ട, നിന്റെ ചേട്ടനെ ജീവനോടെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ചേട്ടാ, ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ മറന്നുകൂടാ. ചേട്ടാ, സരിത ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല. വേണ്ട രേഖ, ആവശ്യമില്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കൂ. രേഖ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി വരരുത്. എന്റെ ചേട്ടനത് ഇഷ്ടമല്ല. രേഖ, നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്ന എന്റെ ചേട്ടന് നീ മൂലം അതുണ്ടായിരുത്. ചേട്ടന്റെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ കുഞ്ഞെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കല്യാണം കഴിച്ചുള്ളൊരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം. അമ്മേ, ഞാൻ ബാലേട്ടനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ബാലേട്ടന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ. മനസ്സ് വെളുത്തതാണ്. അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത്. അത് ഞാൻ ബാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം പോലെ ചെയ്തു. ബാലേട്ട. സരിതയോ? സരിത ഇങ്ങോട്ട് വരരുതായിരുന്നു. വിവരങ്ങൾ രേഖ പറഞ്ഞില്ലേ? ബാലേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇത്ര വെറുപ്പാണോ? സ്നേഹമുള്ളതുകൊണ്ടാണ് സരിത എന്നിൽ അകറ്റുന്നത്. ബാലേട്ടൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസവും അവിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ്. ഞാൻ എന്റെ പരിധിയെപ്പറ്റി ബോധവാനാണ്. സരിത പോകൂ. ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലേട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലേട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണവാർത്ത ബാലേട്ടൻ കേൾക്കും. അപ്പൊ അവക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലേട്ടനുണ്ടാവുമല്ലോ. സരിതേ, ചേട്ടനെന്തിനാ പാവത്തിന് സിഗരറ്റ് വെച്ചുകൊള്ളി? നിന്റെ അമ്മയുടെ പെണ്ണമ്മക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാകുമെന്ന് കരുതി എങ്ങോട്ട് വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ട് അവൾ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലെങ്കിലും അവനെ പ്രേമിക്കാൻ
എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും അല്ലേ? സുകുമാരൻ നായരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി മേലാൽ ഈ വീട് വിട്ട് പുറത്തു പോയാൽ അടിച്ചതിന് മുട്ടിയാൻ വിളിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്നു. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞുണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറിക്കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കായടി. അല്പം പഠിപ്പ് കൂടിയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. മോളെ, അമ്മയ്ക്കൊരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെപ്പറ്റി ആലോചിക്കാണ്. അത് ബാലേട്ടനെ ആലോചിച്ചാൽ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്കെങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടന് സുഖമായി ജീവിക്കും. എന്നെക്കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയതാ. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇതാ പാലുമമ്മി ചോക്ലേറ്റ്. ഇന്ന് എന്താ വിശേഷം എന്നറിയാവോ? മിനിക്കുട്ടി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കുമല്ലോ അല്ലേ? ക്ഷണിക്കാനും കൂടി മിനിക്കുട്ടി വന്നത്. അമ്മുമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലുമമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വെക്കോ? അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ. മാമേ, ദേവി തൊഴണമെങ്കിൽ കുളിച്ചിട്ട് വേണം. മാമ കുളിച്ചതാ, മോള് കുളിച്ചില്ലേ? അയ്യേ, ബാലുമാമി ഒരു മണക്കൂസ. പിറന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ? എന്നാ നമുക്ക് കാലും മുഖവും ഒക്കെ കഴുകാം. ആ, കഴിയാം. എന്റെ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ മനസ്സൊന്നാണ് ബാലേട്ട. അത് വേർപെടുത്താൻ ഇനി ആരെക്കൊണ്ട് കഴിയില്ല. ദേവി, ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണേ. അയ്യോ അമ്മേ, സൂക്ഷിച്ചിറങ്ങണേ. അമ്മേ, അതൊക്കെ ഇരിക്കും. പതുക്കെ കയറിക്കും. അയ്യോ അമ്മേ. അമ്മേ, മോള് വീട് നോക്കിക്കോ. ചേച്ചി ആശുപത്രി കൊണ്ടുപോവാ. അമ്മ, ഞാനും കൂടെ വരാം. അമ്മേ, എല്ലാവരും കൂടെ പോയാലേ വല്ലതും ഉണ്ടാക്കി കഴിക്കണ്ടേ? അതോ ആ പോകാം. ചേച്ചി പ്രസവിച്ചു. ആൺകുട്ടിയാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആകെപ്പാടെ വേർത്ത് മാറിയിരിക്കുക. കുളിച്ചിട്ട് വരട്ടെ.
എന്നോട് ക്ഷമിക്കേ. ഇയാളെ വിശ്വസിച്ച് ഇനിയും 2 ദിവസം ഇവിടെ എങ്ങനെ കഴിയാ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. ഓ എന്റെ ഈശ്വര. നോക്കൂ സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ അവര് വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഇനി ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും. അല്ല, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഒന്ന് പറഞ്ഞിട്ട് പറയാമായിരുന്നില്ലേ? നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയാം. എന്താ ചന്ദ്ര ഇതൊക്കെ? മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? ആ, എന്താ, എന്ത് പറ്റി? നിനക്കൊന്നും അറിയില്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിനിപ്പോ ചാകാൻ പറ്റുമോ? പറയുമ്പോ എളുപ്പമാ, പക്ഷെ തകരുന്നതൊരു ജീവിതമാ. അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ. നീ ഇങ്ങനെ ആയാലോ? അമ്മ എന്താ തീരുമാനിക്കുന്നത്? മോളെ, സരള ഇതൊന്നും അറിയണ്ട. നിങ്ങൾ 2 പേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ? ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം, കേട്ടോ? ഏതായാലും അവരുടെ മനസ്സ് രണ്ടും ഒന്നായി കഴിഞ്ഞു. പിന്നെന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാ. ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം. ബാലൻ ഇവിടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച് കളയാം. ബാലേട്ടന്റെ ഈ ഫോട്ടോ ഞാൻ എടുക്കും. എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി. മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നു? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമെന്ന് പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടം വിട്ടു പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്നു വരും. നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞു. എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കവും തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞോ, ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട. ചെല്ലുമോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്കിളിനെ മനസ്സിലായടാ? അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ